ഒക്ടോബർ 10 2025 ഒക്ടോബർ 10 കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ 4ാമത്തെ ഖണ്ഡികയിൽ ഒരു വ്യാജരേഖ ചമച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് വിത്ത് ഡെസിഗ്നേഷൻ. അതിൽ 1ാം പേരുകാരനാണ് തന്ത്രി. ആ വ്യാജരേഖ എന്താണെന്ന് ചോദിച്ചാൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് ആ സ്വർണം പൊതിഞ്ഞ മാറ്റിയിട്ട് വെറും ചെമ്പുപാളി എന്നാക്കിയെടുക്കുന്ന രേഖ അതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ അതിൽ മുരാരിയുണ്ട്, ഇരാരിയുണ്ട്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. തന്ത്രിയെ ഒരിക്കൽ ചോദ്യം ചെയ്ത്, പക്ഷേ വളരെ വൈകിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ നിരപരാധി എന്നാണ് തന്ത്രി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തന്ത്രി കുറ്റക്കാരൻ തന്നെയാണ് എന്ന് സംശയിക്കണം നമ്മൾ. അല്ല, ഇപ്പോൾ തന്ത്രിക്ക് നിരപരാധിയാണെന്ന് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ഏത് കുറ്റവാളിക്കും താൻ നിരപരാധിയാണെന്ന് കോടതിയിൽ പറയാനും ആ ഭാഗം തെളിയിക്കാനുമുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹം അത് ചെയ്യട്ടെ. ഈ BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തന്ത്രിയെ മറയാക്കി മന്ത്രിമാർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു മന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. ആ തന്ത്രിയെ വൈകിയാണെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്ത്, ആ അറസ്റ്റ് ചെയ്തിട്ട് അവരെന്താണ് പിന്നെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതാണ് ചോദ്യം. അത് ചോദിക്കണ്ടേ? ഈ വിഷയത്തിൽ BJPയുടെ നിലപാടും സാറിൻ്റെ നിലപാടും രണ്ടായിട്ട് നിൽക്കുമോ? ഇല്ലല്ല. BJP എന്താ പറഞ്ഞത്? നിയമത്തിൻ്റെ വഴിക്ക് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലല്ല ഞങ്ങൾ പറയുന്നത് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു വിമർശനം വരുന്നു, അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ ഒരു പങ്ക് വരുന്നു. സ്വാഭാവികമായും കുറ്റക്കാരനാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നു. എന്നാൽ കുറ്റക്കാരനല്ല എന്നുള്ള തന്ത്രിയുടെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തുള്ള എല്ലാ കുറ്റവാളികൾക്കും തങ്ങൾ കുറ്റക്കാരല്ല എന്ന് അവകാശപ്പെടാനും അത് വാദിക്കാനുമുള്ള അവകാശമുള്ളതല്ലേ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ? അവരത് ചെയ്യട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.